ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പുതിയ സിനിമയായിട്ടുള്ള ഇ ഡി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇറ്റ് ഈസ് എക്സ്ട്രാ ഡീസൻറ്റ് എന്നാണ് സിനിമയുടെ ഫുൾ പേര്. എന്ന് പറയുമ്പോൾ അതൊരു എക്സ്ട്രാ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അയാളുടെ കഥയാണ്. അയാളുടെ കഥ എന്ന് ഒരു ഒന്നൊന്നര കഥയാണ്. ബേസിക്കലി അതൊരു വല്ലാത്തൊരു കഥയാണ് ആക്ച്വലി ഈ സിനിമ എന്ന് പറയുമ്പോൾ. ഈ സിനിമയിൽ നമ്മൾ സ്റ്റാർട്ടിങ് ടിൽ എൻഡ് വി ഹാവ് ടു പുട്ട് അവർ ബ്രെയിൻസ് സംവെയർ. ഒരു ഡാർക്ക് കോമഡിയാണ് സിനിമ ഒരു ഡാർക്ക് കോമഡി ആയതുകൊണ്ട് തന്നെ നമ്മൾ വി ഷുഡ് നോട്ട് തിങ്ക് ഇഫ് ഓൾ ദീസ് തിങ്സ് വുഡ് ഹാപ്പൻ. ഇറ്റ് വുഡ് ഡെഫിനറ്റ്ലി വോണ്ട് ഹാപ്പൻ. ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ബട്ട് ഫോർ ദ സേക്ക് ഓഫ് സിനിമ, നമ്മൾ കാണുന്ന സിനിമയാണ്, നമ്മൾ കാണുന്ന ആ ഒരു വിനോദം സിനിമയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ സംഭവം കാണുക എന്നത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇതിൽ ചോദ്യം വരുന്നത്, ഇത് ആൾക്കാർക്ക് എങ്ങനെയാണ് ഇത് ആൾക്കാരിലേക്ക് എത്തുന്നത്, ആൾക്കാർക്ക് ഇത് വർക്ക് ആവുന്നുണ്ടോ എന്നാണ് വേറൊരു ചോദ്യം വരുന്നത്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ സിനിമ വർക്ക് ആയി എന്ന് തന്നെ പറയാം. ഫസ്റ്റ് ഹാഫാണ് കുറച്ചധികം വർക്കായത്. സെക്കൻഡ് ഹാഫ് വർക്ക് ആയില്ലെന്നല്ല, സെക്കൻഡ് ഹാഫ് ചെറിയൊരു സ്റ്റാർട്ടിങ് ചെറിയൊരു ഇതുണ്ടെങ്കിൽ പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ നന്നായിട്ട് എന്താ പറയുക, ആ ഒരു കോമഡി എലിമെന്റ്സ് ഒക്കെ നന്നായിട്ട്, ഡാർക്ക് ഹ്യൂമർ ഒക്കെ വളരെ ക്ലൈമാക്സിലൊക്കെ അത്ര പീക്കാണ്, വർക്ക് ആയിട്ടുണ്ട്. സോ ബേസിക്കലി ഈ മൂവി എന്ന് പറയുന്നത് നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന ആളുടെ ചുറ്റിപ്പറ്റിയിട്ടാണ്. അയാളിൽ ഉണ്ടാകുന്ന പല മാറ്റങ്ങളും എങ്ങനെയാണ് അയാൾ ആ മാറ്റങ്ങളെ ഉൾക്കൊള്ളുന്നത് എന്നും ആ ഉൾക്കൊള്ളൽ പുള്ളി എങ്ങനെയാണ്, ഹൗ ഇസ് ഹി ട്രൈങ് ടു make his people, his parents and his sister, whoever is there, whoever is related to him, എങ്ങനെയാണ് അവരെ അതിലേക്ക് എന്താ പറയുക, അവരെ അവർക്ക് എതിരെ ചില സമയത്ത് തിരിയുന്നുണ്ട്, അവർക്ക് കൂടെ നിൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളാണ് ഈ സിനിമയിൽ ഉള്ളത്. അപ്പോൾ ബേസിക്കലി സിനിമ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പുള്ളി ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലിരിക്കുകയും അതിൽ നിന്ന് പുള്ളി പുറത്തേക്ക് വരികയാണ്. അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ആണ് നമ്മൾ പല കാര്യങ്ങളും അറിയുന്നത്. ഇതാണ് ദിസ് ഇസ് ക്യാരക്ടർ, ഇതാണ് പുള്ളിയുടെ ക്യാരക്ടർ, ദിസ് ഇസ് റിയൽ ക്യാരക്ടർ. ആൻഡ് വി ഹാവ് ടു എക്സ്പെക്ട് ദോസ് തിങ്സ് വിച്ച് യു മൈറ്റ് ഹാവ് ഫൗണ്ട് ഇൻ ദ മൂവി മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന് പറയുന്ന സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള തരത്തിലുള്ള കുറേ സംഭവങ്ങൾ കോർത്തിണക്കിയിട്ടുള്ള ഒരു കോമഡി എന്റർടൈനറാണ് ഈ സിനിമ. തീർച്ചയായിട്ടും ഇതൊരു പരീക്ഷണ ചിത്രം തന്നെയാണ്. കാരണം റിയലിസം അല്ലെങ്കിൽ റിയാലിറ്റി, ആ ഒരു സാധനമൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മൾ ഈ സിനിമ കാണാൻ പോകുമ്പോൾ വി ഷുഡ് നോട്ട് കീപ്പ് ഇറ്റ് വിത്ത് അസ്. അത് എടുത്ത് മാറ്റിയിട്ട് വേണം പോകാൻ. കാരണം യാതൊരു തരത്തിലുള്ള റിയലിസ്റ്റിക് കാര്യങ്ങളും ഇതിൽ നടക്കുന്നില്ല. ഇതിൽ നടക്കുന്നതെല്ലാം അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇങ്ങനെ ക്ലൈമാക്സിൽ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലും നടക്കാൻ സാധ്യത ഇല്ലാത്ത കാര്യങ്ങളാണ്. സാധ്യത ഉണ്ടോന്നൊക്കെ ആലോചിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ വി വോണ്ട് ബി ഏബിൾ ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്, ബിക്കോസ് നടക്കില്ല എന്ന് തന്നെയാണ് അതിൻ്റെ വളരെ ചുരുക്കമായിട്ടുള്ളൊരു ഉത്തരം. ഇപ്പൊ ബേസിക്കലി ഈ മൂവി എന്ന് പറയുന്നത് ഒരു എന്റർടൈനർ, ക്രിസ്മസ് സമയത്ത് കാണാൻ പറ്റുന്ന ഒരു എന്റർടൈനർ ആയിട്ടാണ് തോന്നിയത്. സുരാജ് വെഞ്ഞാറമൂട് എന്ന് പറയുന്ന ആ ഒരു ഈസ് എൻ ആക്ടർ ഹു ഹാസ് പ്രൂവ്ഡ് ഹിംസെൽഫ്. അപ്പൊ പുള്ളി ഈ സിനിമയിൽ ഒന്നും കൂടി എനിക്ക് ഇനിയും ഇങ്ങനെയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന തരത്തിലൊക്കെയാണ് പറഞ്ഞത്.